2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂറ്. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് മുതലായവ ലഭിക്കാം. ധനസമൃദ്ധി ഉണ്ടാകാം. പ്രതാപവും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകും. നല്ല നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ധനം ആദായം ലഭിച്ചു തുടങ്ങും. വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഏറെക്കുറെ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് നിർമ്മാണത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടം കണ്ടുപിടിച്ച് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. മനസമാധാനം ലഭിക്കുന്നു. ചിലർക്ക് വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുന്നു. സർവീസ് യൂണിഫോം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ചടങ്ങുകളിൽ വിശേഷ വസ്ത്രങ്ങൾ അണിയാനുള്ള ഭാഗ്യവും കിട്ടുന്നു. പല ആപത്തുകളും ഭാഗ്യം കൊണ്ട് ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മാനസിക ക്ഷേമം ഉണ്ടാകാം. മനസ്സിന് പല രീതിയിലും സന്തോഷം കിട്ടുന്ന വാർത്തകൾ കേൾക്കാം. അങ്ങനെ ഒരു നല്ലൊരു മനസ്സിനൊരു ധൈര്യവും എല്ലാം ലഭിക്കാം. കീർത്തി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പലരുടെയും വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പാത്രമാകാൻ, അതായത് നിങ്ങളൊരു വിശ്വസ്തനാണെന്ന് ചില വ്യക്തികൾ നിങ്ങളെ തീരുമാനിക്കുകയും അത് വിശ്വസിച്ച് നിങ്ങളുടെ പല ജോലികൾ ഏൽപ്പിക്കുകയും പല ഇടപാടുകളും നിങ്ങളെ ഏൽപ്പിക്കുകയൊക്കെ അവർ ചെയ്യുന്ന അവരെ ലീവിൽ, അതായത് അവരെ ആബ്സെൻറ്റിൽ അവരിവിടെ ഇല്ലാത്ത ആ സമയത്ത് കമ്പനികൾ നോക്കി നടത്തുന്നതിനോ വസ്തുവകകൾ നോക്കി നടത്തുന്നതിനോ ഒക്കെ ഉള്ള ഒരു അധികാരം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വഭാവ മാഹാത്മ്യം നല്ല ലഭ്യമാകും. നല്ലതായിരിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ നല്ല സ്വഭാവമാണെന്ന് പറയും. നിങ്ങൾക്ക് ദീർഘായുസ്സും കാണുന്നുണ്ട്. ഇനി ഉറ്റ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്ന ധനം ലഭിക്കുന്നില്ല എന്ന് കാണുന്നു. അതായത് നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സമയത്തിന് ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഇലക്ഷന് ജയിക്കാനുള്ള യോഗം ഇല്ലാത്ത ആളാണ് ഈ ഇലക്ഷൻ നിൽക്കുന്നതെങ്കിൽ അത് തോൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ കൂടാതെ ഇലക്ഷന് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചിട്ട് സീറ്റ് കിട്ടാണ്ടിരിക്കുകയും വരാം. ഭാര്യയുമായും മക്കളുമായും പിണങ്ങാനും ഒരു സാധ്യത കാണുന്നുണ്ട്. വാക്കുതർക്കങ്ങൾക്ക് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ദേഹോദ്രവം ഏൽക്കാനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. വിദേശ രാജ്യത്തുള്ള മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ മരുമക്കളെക്കുറിച്ചോ ഉള്ളൊരു ഭയം ഉണ്ടാകാം. അതുപോലെ തന്നെ മതപര കാര്യങ്ങളിൽ, അതായത് ആരാധന, പൂജ മുതലായവയിലൊക്കെ ഒരു ഉപേക്ഷ വിചാരിക്കാം. ശത്രു സംഹാര പൂജകൾ ഈ സമയം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ശ്രീ ഭദ്രകാളി ദേവിയുടെ പൂജകൾ വളരെ ഫലപ്രദമാകുന്നൊരു സമയമാണ്. സഹോദരന് ഒരു ദോഷം കാണുന്നുണ്ട്. അത് ശരീരത്തിലെ രക്തശുദ്ധീകരണം ശരിക്കും നടക്കുന്നില്ല എന്നാണ്, കൃത്യമായി അത് നടക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ 3 നക്ഷത്രങ്ങളെയും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആദ്യം മേടക്കൂറിൽ വരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ ജനിച്ച ആൾക്കാരുടെയാണ് പറയുന്നത്. 2.5 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില ബാല്യകാല അസുഖങ്ങൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 2.5 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. പിന്നെ ചില ദുഃഖങ്ങളുണ്ടാകാം. വിദേശവാസം ചെയ്യുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് അതുപോലെ അതിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാം. പുതിയ വാഹനം ലഭിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഇണയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും എല്ലാത്തിനും സാധിക്കുന്നുണ്ട്. അതുപോലെ 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ചില ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് മിക്കവാറും ഇതിൽ കാണുന്നത് തീപ്പൊള്ളലേറ്റിട്ട് ഉള്ള ഒരു സർജറിയാണ് കാണുന്നത്. സമയം അന്യദേശവാസവും കൂടി കാണുന്നുണ്ട്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് അച്ഛനമ്മമാരോ ഉറ്റ ബന്ധുക്കളോ വേർപിരിയുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നു. അതുപോലെ അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അന്യനാട്ടിൽ പോയി അവിടെ വസിക്കുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്.
61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും അതുമൂലം നിങ്ങൾക്ക് കുറച്ച് അപവാദം കേൾക്കേണ്ടതായിട്ടും വരാം. ഇണയുടെ വേർപിരിയൽ ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഇണയുടെ വേർപിരിയൽ ഒരു ദുഃഖമുണ്ടാക്കാം. അടുത്ത ഭരണി നക്ഷത്രക്കാർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാം. നല്ല ഗുണനിലവാരമുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിനും അവർക്ക് അതുമൂലം അവർക്ക് നല്ല ഒരു ഗുണം കിട്ടുന്നതിനും സാധിക്കുന്നു. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല. പിന്നെ ചിത്രരചന, മറ്റുള്ള കലാ സാംസ്കാരികയിലൊക്കെ അവർക്ക് പഠിക്കുന്നതിനും എല്ലാം സാധിക്കുന്നു. അതുപോലെ തന്നെ 21 വയസ്സ് മുതൽ, അതായത് 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ധനനഷ്ടമാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ധനനഷ്ടം വരാതെ. അതുപോലെ വിദേശത്ത് പോയി പഠിക്കുന്നതിനും ഒരു സാധ്യത ഈ ജാതകത്തിൽ കാണുന്നുണ്ട്. അതുപോലെ അപകടങ്ങൾ വരാതെ വളരെ ശ്രദ്ധിച്ച് വേണം നീങ്ങാനായിട്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് പല ഗുണഫലങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ഒരു വിദ്യാഭ്യാസം, ഉയർന്ന നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ അതനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പറ്റിയ ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും അവർക്ക് കാണുന്നുണ്ട്. അതുപോലെ അലർജി, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ സർജറി നടത്തുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോടതി കേസുകൾ, പരാതികളൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്, അതും സൂക്ഷിക്കുക. വിദേശ ജോലിയുള്ളവർക്ക് ജോലിയിൽ ചില തടസ്സങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാകാം. അവർക്കൊരു വെറുപ്പും നൈരാശ്യവും അല്ലെങ്കിൽ പിന്നെ ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആലോചിക്കാണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ അത് ബുദ്ധിമോശം മൂലം ചില നഷ്ടങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധയായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും അത് വളരെ ശ്രദ്ധിക്കുക. വ്യാപാരത്തിൽ നഷ്ടങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം വ്യാപാര സ്ഥാപനങ്ങളാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ അവിടെ സുരക്ഷാ നടപടികൾ, അതിനുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് അത് നിരീക്ഷിക്കുക. അതുപോലെ ഇണയോട് നിങ്ങൾക്ക് ഈ സമയം നീതി പുലർത്താൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് കുറച്ച് ശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരുമായി ഒത്തുകൂടി കുടുംബത്തിൽ ഒരു സമാധാനം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ആത്മീയമായി നിങ്ങൾ പ്രവേശിക്കുന്നതിനാൽ അതിലും നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം ലഭിക്കാം. കുടുംബത്തിലുള്ളവർ എല്ലാവരും ചേർന്നിട്ട് ഒരു പുണ്യസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വിനോദ സ്ഥലങ്ങളിലോ ഒരു ടൂർ പോകുന്നതിനും ഈ സമയം കാണുന്നുണ്ട്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ച് ഒരു മോശം സമയമാണ്. അതായത് ഇണയുടെ വേർപാട് അവർക്കൊരു ദുഃഖമുണ്ടാക്കാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭവും ഇതിലെ ചില നക്ഷത്രക്കാർക്ക് വരാം. അതുപോലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖം അവർക്ക് നല്ല രീതിയിൽ ലഭിക്കും. പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും കാണുന്നില്ല. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളായിട്ട് സമ്മാനം കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു സർജറി നടക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ ഈ സമയത്ത് ദേശദ്രോഹപരമായിട്ടുള്ള ദുർനടപടികളിൽ ഏർപ്പെടരുത്. ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടുകൂടി മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയാൽ ജയിലിൽ പോകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. രക്ഷകർത്താക്കൾ ഈ പ്രായത്തിലുള്ള കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക. അവർ എന്ത് ചെയ്യുന്നു, ആരോടൊപ്പം കൂട്ടുകൂടുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കരുതലോടെ ഇരിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടുതലും വരുന്നത് ധനനാശമാണ്. അതുപോലെ ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും ഒന്ന് പിണങ്ങിപ്പോകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മനപ്രയാസങ്ങൾ വരാം. അതുപോലെ തന്നെ ഒരുപക്ഷെ മദ്യം, മയക്കുമരുന്നിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങാം. പക്ഷേ അതൊന്നും ചെയ്യരുത്. അതൊക്കെ അടിമയായി കഴിഞ്ഞാൽ ആകെ ജീവിതം നശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്.
35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അവർക്ക് കുറച്ച് കഷ്ടപ്പാടുകളുണ്ടായിരുന്ന കാലങ്ങളായിരുന്നു മുൻകാലങ്ങൾ. അതെല്ലാം മാറിക്കിട്ടി അവർക്ക് മനസ്സമാധാനവും സന്തോഷവും ആരോഗ്യവും മറ്റുള്ള എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ ആത്മീയതയും കൂടി അവർക്ക് കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ അവർക്ക് മനസ്സമാധാനവും എല്ലാം അവർക്ക് ജീവിതത്തിലെ കൃത്യനിഷ്ഠകളെല്ലാം അവർക്ക് പാലിക്കാൻ സാധിക്കും. ജോലിയിലുള്ള തടസ്സങ്ങളും അവർക്ക് കണ്ടറിഞ്ഞ് അതിനെ മാറ്റാനും അവർക്ക് സാധിക്കും. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദങ്ങൾ കേൾക്കാം. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങളോട് അസൂയുള്ളവർ, നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ളവർ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പഴി ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇണയുടെ ഒരു വേർപാട് നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാക്കാം. അന്യനാട്ടിൽ നിർബന്ധപൂർവ്വം നിങ്ങൾ പോകുന്നതിന്, മക്കളാരെങ്കിലും വിദേശത്താണ് വസിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ട, അതുകൊണ്ട് നിങ്ങളുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം വാദം പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അവർക്ക് ഇതിൽ ആകെ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വയറിനുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ദഹനം സംബന്ധിച്ച പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ധനവും ധാന്യങ്ങളെല്ലാം ധാരാളം ലഭ്യമാകും. അവർക്ക് വളരെ സന്തോഷമുള്ളൊരു ജീവിതമായിരിക്കും. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ പൂജാപരമായതോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.